സുഖാണല്ലോ എല്ലാവർക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള മലബാർ ഡിഷാണ്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും. ഈസിയാണ്. കുക്കറിൽ ഉണ്ടാക്കിയാൽ മതി. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മിക്സിയിൽ അരച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നല്ല സോഫ്റ്റാണ്, കണ്ടോ, നന്നായിട്ട് ആരെടുത്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, വളരെ ഈസിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ വേണം സെലക്ട് ചെയ്യാൻ. നമുക്ക് നോട്ടിഫിക്കേഷൻ ഡെയിലി അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണത്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് 3/4 കപ്പ് അരിയാണ്. അതിലേക്ക് ഈ വലുപ്പത്തിലുള്ള 4 ശർക്കര എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് അരിയിലേക്ക് 4 ശർക്കരയാണ് ഞാൻ ചേർക്കുന്നത്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. അതിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ശർക്കര ഉരുക്കാൻ വെച്ചിരിക്കുകയാണ്. ഉരുക്കി അതിലെ കല്ലൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കാൻ. 3/4 കപ്പ് അരി കഴുകി 4 മണിക്കൂർ വെള്ളത്തിലിടണം. എന്നിട്ട് കഴുകി വാർത്ത് മിക്സിയിലിട്ടു. അതിലേക്ക് 1 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വേണ്ടവർക്ക് 2 3 ഇടാം. പിന്നെ 1 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തിട്ടുണ്ട്. തേങ്ങ ചിരവിയത്, അത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. തേങ്ങ ചേർത്താൽ ടേസ്റ്റ് കൂടും. പിന്നെ 3 ടേബിൾ സ്പൂൺ ചോറ് ചേർക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂണാണ്. നന്നായിട്ട് അരയ്ക്കണം. നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണം. ഒട്ടും തരിയില്ലാതെ നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണം. അതൊരു പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ നമ്മൾ ശർക്കര ഉരുക്കിയത് കല്ലൊക്കെ കളയാൻ വേണ്ടിയിട്ട് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അത്യാവശ്യം ലൂസായിട്ടുള്ള ശർക്കര മാവ് തന്നെയാണ്. കല്ലൊക്കെ കളയണം. കല്ലതിൻ്റെ താഴെയാണല്ലോ ഉണ്ടാവുക, അത് കളയണം. എന്നിട്ട് നമ്മൾ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണിത്. ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നല്ല തിളച്ച ശർക്കര പാവാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ മാവിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു സൈഡിൽ മാത്രം ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ മാത്രം അങ്ങ് വേവായി പോവും. അപ്പോൾ അത് പാടില്ല. ഒരു കൈ കൊണ്ട് ഒഴിക്കുമ്പോൾ വേറെ കൈ കൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. എന്നാലേ ചൂടുള്ള ശർക്കരപ്പാവ് എല്ലായിടത്തും ഒരുപോലെ എത്തുള്ളൂ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം കുക്കർ അടുപ്പിൽ വെക്കണം. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ആവശ്യമുള്ളവർക്ക് കുറച്ച് നെയ്യും കൂടി ചേർക്കാം. ഞാൻ നെയ്യ് ചേർത്തിട്ടില്ല. 3 ചുവന്നുള്ളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. കൂടുതൽ ചുവന്നുള്ളി ചേർത്താൽ ടേസ്റ്റൊക്കെയാണ്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ 3 ചുവന്നുള്ളി എടുത്തിട്ടുള്ളൂ. അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കണം. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ മാവ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഇടുകയാണ് ചെയ്യുക. മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ അതിൻ്റെ താഴെ കിടന്നത് കരിഞ്ഞു പോവും. മാവ് നല്ല ലൂസായിരിക്കണം, കണ്ടോ. ഉണ്ണിയപ്പത്തിനേക്കാളും നെയ്യപ്പത്തിനേക്കാളും ഒക്കെ നല്ല ലൂസായിട്ടുള്ള മാവാണിത്. അപ്പോഴാണ് അപ്പം നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ മാവ് ഒഴിക്കാൻ. മാവ് ഒഴിക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് ഉണ്ടാവേണ്ടത്. ഉള്ളി കോരി മാറ്റിയതിന് ശേഷം നേരെ മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് മിക്സ് ചെയ്തതിന് ശേഷം ഒരുപാട് സമയം വെയിറ്റ് ചെയ്യരുത്. അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മാവ് ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ ഉള്ളി വറുത്തെടുത്തത് വിതറി കൊടുക്കണം. എന്നിട്ട് കുക്കർ പെട്ടെന്ന് തന്നെ അടയ്ക്കണം. വെയിറ്റ് ഇടരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെയിറ്റ് ഇടരുത്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നിൽക്കണം. എന്നിട്ട് വിസിൽ വരുന്ന അതിന് പകരം ആ വഴിക്ക് എയർ ഇങ്ങനെ വരുന്നുണ്ടോ നമ്മൾ കൈ വെച്ച് നോക്കുക. എയർ വരുന്നത് കണ്ടാൽ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കുക. ഞാൻ സാധാരണ കുക്കർ അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോഴാണ് ഒന്നും കൂടി പെർഫെക്ഷൻ കിട്ടുക. തീ നന്നായിട്ട് ചുറ്റും കത്തുമ്പോൾ കലത്തപ്പം ഒന്നുകൂടി നന്നായിട്ട് പൊങ്ങി വരും. ഇതിപ്പോൾ ഗ്യാസിലാണ് ചെയ്യുന്നത്. ലോ ഫ്ലെയിം ആക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മിനിറ്റ് നേരം വെക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ്, ഹൈ ഫ്ലെയിമിൽ ഈ എയർ എപ്പോൾ വരണോ അതുവരെ. പക്ഷേ കുക്കർ തുറക്കണം എന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ കഴിയണം. ആ 1/2 മണിക്കൂർ ചൂട് കൊണ്ട് വേണം അത് വേവാൻ. ഈ ടൈപ്പ് കുക്കറായി കഴിഞ്ഞാൽ ഇത് അതിൻ്റെ അകത്ത് നിന്ന് എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഔട്ടർ ലിഡ് കുക്കർ ഉണ്ടാവുമല്ലോ, നല്ല റൗണ്ട് ആയിട്ടുള്ളത്, അതിലാണ് ശരിക്കും കലത്തപ്പം ഉണ്ടാക്കേണ്ടത്. എൻ്റെ അടുത്ത് ആ കുക്കർ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. ഇത് ഇനി എടുക്കാൻ കുറച്ച് റിസ്ക് ആയിരിക്കും അതിൻ്റെ അകത്തുനിന്ന്. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ അങ്ങ് വിട്ടു പോരും. ഇതിപ്പോൾ കണ്ടോ, തന്നെ വിട്ടു പോരുന്നുണ്ട്. ഞാൻ അതിൻ്റെ സൈഡിലൂടെ അങ്ങ് എടുക്കുകയാണ് ചെയ്തത്.
കൈ കൊണ്ട് തന്നെ എടുക്കാൻ കിട്ടും, അവിടെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, നല്ല ഈസി ആയിട്ട് എടുക്കാൻ കിട്ടും. അപ്പോൾ ഇതാണ് കണ്ടോ, താഴെ കരിഞ്ഞിട്ടൊന്നുമില്ല, നന്നായി പൊങ്ങിയിട്ടുണ്ട്, നന്നായി വെന്തിട്ടുമുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം, അപ്പോൾ അറിയാം എത്രത്തോളം നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. നമുക്ക് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, കാരണം നമ്മൾ 3 ടേബിൾ സ്പൂൺ ചോറ് ചേർത്തിട്ടുണ്ട്. 1/4 കപ്പ് അരിക്ക് 3 ടേബിൾ സ്പൂൺ ചോറും പിന്നെ തേങ്ങയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ വേറെ പൊങ്ങി വരാൻ വേണ്ടി നമ്മൾ വേറെ ഒന്നും ചേർക്കണില്ല. എന്നാൽ പോലും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പാകത്തിന് മധുരമായിട്ടാണുള്ളത്. കണ്ടോ?